74% ജെൻസീസ് ഇപ്പൊ ഇന്ത്യയിൽ മൊബൈൽ ഗെയിമിന് വേണ്ടി 6 hours ആണ് വീക്കിൽ അവർ സ്പെൻഡ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ഇത് കേൾക്കുന്നത് ഭയങ്കര സർപ്രൈസ് ഒന്നും ആവുന്നില്ല. കാരണം ഞാൻ വെച്ചാൽ ഇപ്പം എന്റെ ഒരു ഓൾഡ് ജനറേഷൻ ടൈം നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുളങ്ങളും പാടങ്ങളും അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിലോ ഇവർക്ക് ഇതെല്ലാം പെയ്ഡ് ആണ്. മനസ്സിലായില്ലേ? പൂൾസ് ആയിരുന്നാലും ടഫ്സ് ആയിരുന്നാലും ഇതെല്ലാം പെയ്ഡ് ആണ്. അപ്പൊ അവർക്ക് ഫ്രീ ആക്സസ് എന്താ കിട്ടുന്നത്? മൊബൈൽ ഫോൺ. പാരന്റ്സ് മേടിച്ചു തന്ന മൊബൈൽ ഫോൺസും അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന നെറ്റ്. മനസ്സിലായോ? അപ്പം അവർക്ക് അതാണ് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് കുറച്ച് എൻഗേജിങ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ അതേ കൂടാതെ തന്നെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ്, പല സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസും അവർക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്ത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു ഗെയിമിങ് എങ്ങനെ കൊണ്ടുപോകാം എന്നും കൂടെ അവർക്ക് ചിന്തിക്കുന്നുണ്ട്. പിന്നെ അവർ റീസൺസ് കൂടെ പറയുന്നുണ്ട്. ഇതിനെ സ്ട്രെസ് മാറ്റാൻ വേണ്ടി, എഡ്യൂക്കേഷൻ ടൈമിലുള്ള സ്ട്രെസ് മാറ്റാനായിരുന്നാലും ഫ്രണ്ട്സ് തമ്മിലുള്ള ബോണ്ടിനും അങ്ങനത്തെ പല റീസൺസും അവർ പറയുന്നുണ്ട്. ആക്ച്വലി എന്റെ ഒരു ജനറേഷൻ ഈ ഒരു ടൈം പാസ് ചെയ്ത് പോയിട്ടുണ്ട്. എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ലോക്ക്ഡൌൺ ടൈമിൽ നമുക്ക് മനസ്സിലായല്ലോ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫ്രണ്ട്സ് എന്താ ആദ്യം ചെയ്തിരുന്നത്? വീഡിയോ കോൾസ് ആയിരുന്നാലും ചാറ്റ് ആയിരുന്നാലും അങ്ങനെ പല കാര്യങ്ങളായിരുന്നു. പക്ഷെ ഡേ ബൈ ഡേ നമുക്കത് ബോറിംഗ് ആയി തുടങ്ങിയായിരുന്നു. അപ്പൊ നമ്മൾ കൂടുതലും ഗെയിംസിലോട്ട് പോകാൻ തുടങ്ങി. ആ സമയത്ത് ഉണ്ടായിരുന്ന ഗെയിംസ് ആണ് പബ്ജി, ലുഡോ, എമംഗസ് അങ്ങനത്തെ പല ഗെയിംസും ആയിരുന്നു. അപ്പൊ നമ്മൾ അതിലോട്ട് പോകാൻ തുടങ്ങി, ഫ്രണ്ട്സുമായിട്ട് തന്നെ പോകാൻ തുടങ്ങി. അപ്പൊ നമുക്കിപ്പം പഠിക്കുന്നതായിരുന്നാലും സ്റ്റുഡൻസ് ആയിരുന്നാലും വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നാലും ഇവർ കൂടുതലും ഇതിലോട്ട് പോകാൻ തുടങ്ങി. മനസ്സിലായില്ല? ഇപ്പം ആ ഒരു ടൈം കഴിയുന്ന സമയത്ത് ഈ ഒരു ഗെയിമിലോട്ട് പോകാൻ തുടങ്ങി. കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് പറയുന്നത്. പക്ഷെ ഇവർക്കെന്ന് പറയുന്നത് പറ്റും, എന്നാലും ഇവർ പോകത്തില്ല. അങ്ങനത്തെ ഒരു ഇതാ. മനസ്സിലായല്ലോ? ഇവർ പിന്നെ ഗെയിംസ് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, കളിക്കുന്ന ആ ഒരു രീതിയിൽ മാത്രമല്ല. ഇവർ പാരന്റ്സിന്റെ ഓരോ ആവശ്യം പറഞ്ഞ് പേയ്മെന്റ് മേടിച്ച് ഇവർ ഗൺ സ്കിൻസും കോസ്റ്റ്യൂംസ് അങ്ങനെ പല കാര്യങ്ങളും മേടിക്കുന്നതും കൂടെയുണ്ട്. പക്ഷെ ഇപ്പം നോക്കുകയാണെങ്കിൽ അത് ഇച്ചിരി സീനാണ്. കാരണം ഞാൻ വെച്ചാൽ ഇപ്പം വേറൊരാളെ ബുദ്ധിമുട്ടിച്ചിട്ട് അവരറിയാണ്ട് അവരെ പേയ്മെന്റ് എടുത്ത് ചെയ്യുന്നതാണ്. പക്ഷെ എന്റെ ഒരു ജനറേഷൻ നമ്മളിന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷെ കൈൻഡ് ഓഫ് സിമിലർ അല്ല. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ പബ്ജി, ആ ഒരു ടൈമിൽ പബ്ജിയിൽ 800 bucks ആണായിരുന്നു UC ഉണ്ടെങ്കിൽ RP മേടിക്കാൻ പറ്റത്തുള്ളായിരുന്നു. നമ്മൾ ചെയ്ത ആ ഒരു വേ എന്ന് വിചാരിച്ചാൽ ഫോൺ പേയിൽ നമുക്ക് ആ ഒരു സമയത്ത് റിവാർഡ്സ് കിട്ടും. ഒരാൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് റിവാർഡ്സ് കിട്ടും. ഒരാൾക്ക് കിട്ടുന്നത് 200 rupees ആണ്. അപ്പൊ നമ്മൾ ഫാമിലി മെമ്പേഴ്സിനായിരുന്നാലും ഫ്രണ്ട്സിനായിരുന്നാലും ഈ ഒരു ലിങ്ക് അയച്ച് അവരെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് 200 rupees കിട്ടും. അങ്ങനെ കളക്ട് ചെയ്താണ് നമ്മൾ 800 സോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് RP. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം ഡിഫറെന്റ് ആണ്. പക്ഷെ ഇപ്പം നോക്കുകയാണെങ്കിൽ വേറൊരാളെ നമ്മൾ ബുദ്ധിമുട്ടിച്ച് നമ്മുടെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഗെയിമിംഗ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മളെപ്പോഴും നമ്മളെയും വേറൊരാളുടെയും നമ്മുടെ സർക്കിളിലുള്ള ഒരാളെയും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു ഹാർംഫുൾ ആണോ അല്ലാത്ത രീതിയിലാണോ എന്ന് നോക്കിയിട്ട് ചെയ്യേണ്ടത്. എപ്പോഴും ഹെൽത്തി വേയിൽ എന്തും നല്ലതാണ്. ഓക്കെ.